ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഇന്ന് വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ട് കാണിക്കണത്. അപ്പോൾ ഇതാ വൈകുന്നേരം ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അത് അടിച്ചു വാരാൻ മടിയായിട്ട് ഇതാ പെറുക്കിയെടുക്കണിട്ട്. ഇലൊക്കെ രാവിലെ മോഡ് അടിച്ചിരിതാണ്. മുറ്റത്ത് വലിയൊരു പ്ലാവ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിമെന്നാണെങ്കിൽ എപ്പോഴും ഇല കൊഴിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാനത് അതൊക്കെ പെറുക്കിയെടുക്കണം. മഴ പെയ്തുകൊണ്ട് തന്നെ അടിച്ചു വാരാനേ കിട്ടൂല അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ പെറുക്കിയെടുത്ത വേഗം സുഖമില്ല, വേഗം കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ചെടികളൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി ഒന്ന് തലോടിയൊക്കെ നിന്ന് ഇതാ ചെടീൻ്റെ മല്ലികയൊക്കെ ആകെ ഇതായിക്കണിട്ട് നല്ല വിരിഞ്ഞ് നല്ല രസമായി വന്നിന്. 2-3 ദിവസമൊക്കെ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു രസമുണ്ട് ഇനി കാണാൻ. ഇപ്പോൾ ആകെ മഴയൊക്കെ പെയ്ത് ആകെ വെള്ളമൊക്കെ നിറഞ്ഞ് ആകെ പൂക്കളൊന്നും കാണാനൊന്നൊരു സുഖമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നുള്ളിപ്പെറുക്കി പറഞ്ഞിങ്ങനെ ഞാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ എടുത്ത് തരുന്ന മോളോടാണ് ഈ നുള്ളിപ്പെറുക്കി ഇങ്ങനെ പറഞ്ഞത് ചെടി കേടന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അതിനുശേഷം ഇതാ ഞാൻ മോൻ്റെ സൈക്കിൾ ഉണ്ടായിട്ടാ അതിമേലൊന്ന് കയറി ഇരുന്ന് ഓടിച്ചു നോക്കണേ. അപ്പോൾ ആ സൈക്കിളൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ നല്ല ഓട്ടിനിട്ട് അപ്പം അങ്ങനെ അങ്ങോട്ട് എനിക്ക് പറ്റണില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അകത്തേക്ക് വന്നതിൻ്റെ ശേഷം ഇതാ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ മടക്കിക്കാനുണ്ടേന്. അപ്പോൾ ഇത് ബെഡിൽ കൊണ്ടുവന്നിട്ട് എന്തായാലും നമ്മൾ മടക്കി വെക്കും. വേറെ സോഫയിലാ ടേബിൾമേലാ കൊണ്ടുപോയിട്ടാൽ പിന്നെ അത് നാളെ പറഞ്ഞ് ഇങ്ങനെ കിടക്കും. ബെഡിലാകുമ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, രാത്രി എന്തായാലും കിടക്കാൻ വരണമല്ലോ. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ എന്തായാലും ഇത് മടക്കി എന്തായാലും ഇത് വെക്കും, ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ തരം തിരിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ 5-6 ആൾക്കാരില്ലേ. അപ്പോൾ 5-6 ആൾക്കാർ 5-6 സെക്ഷനാക്കിങ്ങാണ്ട് ഇതൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കര മടി പിടിച്ച പണിയാണ് കേട്ടോ. ഈ തുണി മടക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര പണിയാണ്. അപ്പോൾ ഞാൻ പാട്ടൊക്കെ ഇട്ടുങ്ങാണ്ട് കേട്ടോ ഞാനിതൊക്കെ മടക്കി വെക്കാൻ നിൽക്കലേ. വല്ല പാട്ടാവാം എല്ലാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ വെക്കും. അപ്പോൾ ഇത് ഓരോരുത്തരത് ഇങ്ങനെ മടക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് മടക്കി വെച്ച് കളമറൊക്കെ സെറ്റായി കാണുമ്പോൾ നല്ലൊരു സമാധാനമാണ്. ഇത് മടക്കാതെ ഇങ്ങനെ നാളെ അവിടെ കിടന്നാൽ പിറ്റേ ദിവസമൊക്കെ ആയി പിന്നെ ഭയങ്കര മടിയേക്കര. അപ്പോൾ അന്നാന്നത്തിന് മടക്കി വെച്ചാൽ വേഗം പെട്ടെന്ന് കഴിയും ചെയ്യും. നമുക്കും തന്നെ ഒരു സമാധാനമാണ്. പിന്നെ അവിടെയും ഇവിടെയും മുക്കിലും മൂലക്കിലൊന്നും കിടക്കൂല. അപ്പോൾ ഇതൊക്കെ ഞാൻ ദിവസം ചെയ്യലുണ്ട് കേട്ടോ. മടക്കിയൊക്കെ ഉള്ളത് ഇനി ബെഡിലാണ് കൊടുത്തിട്ടില്ലേ വേഗം പിന്നെ വേഗം എന്തായാലും മടക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്കൾ എടുത്തൊക്കെ ഇട്ട് ഓരോരോ ആൾമാറിൻ്റെ ഓരോരോ ഇതിലേക്ക് ഓരിഞ്ഞെടുത്തേക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ സോഫ ഒക്കെ ഒന്ന് റെഡിയാക്കാൻ വന്നാണ് കേട്ടോ. അതൊക്കെ ഒന്ന് വിരിച്ചാകാം വൃത്തികേടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. പിന്നെ അതാ മഴയൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ 2-3 ദിവസമൊക്കെ നല്ല വെയിലായി. ഞാൻ വിചാരിച്ച മഴക്കാലം കഴിഞ്ഞിന്ന് മഴ പിന്നെയും തുടങ്ങിയിരിക്കണം. പിന്നെ അതാ ചെടികളൊക്കെ ഇങ്ങനെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ആകെ നാശമായിക്കണം. അപ്പോൾ അത് നോക്കുകയാണ്. അപ്പോൾ അതാ ഈ ചെടി പുറത്തേക്ക് വെക്കാനായിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരാഴ്ച ആയിക്കണം ഞാനിത് അകത്തന്നെ ആയിട്ട്. അപ്പം ഒരാഴ്ചയൊക്കെ ഞാൻ അകത്ത് വെക്കലുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ആരോ പഴത്തോലിയൊക്കെ കൊടുന്നിട്ടിരിക്കണിട്ട് ചെടിയിൽ പഴത്തോലി നല്ലതാണെന്ന് അറിയാം. പക്ഷെ അകത്ത് വെക്കണ ചെടീൻ്റെ ഉള്ളിലൊക്കെ മക്കൾ തിന്നുകാണ്ട് ഇട്ടതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തേക്ക് ഇട്ടിട്ട് പിന്നെ ആ ചെടി ഞാൻ പുറത്തന്നെ ഞാൻ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ അത് ആകെ ഒരു ഇതായിക്കണ്. അപ്പോൾ അതാ പുറത്തുനിന്ന് പിന്നെ നല്ലൊരു ചെടി നോക്കിക്കൊണ്ട് ഞാൻ വേഗം അകത്തും കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. എനിക്ക് ഈ അകത്തൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ ചെടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുത്ത് ഇങ്ങനെ വെച്ചും കൊണ്ട് നിൽക്കണം കേട്ടോ. കാണുന്നോല് ഇങ്ങനെ പറയട്ടോ, നമ്മളെ വരുന്നോലൊക്കെ പറയും എന്താ വേണ്ട എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എനിക്കിതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ചെടികളൊക്കെ മാറ്റി ഇങ്ങനെ വെച്ചുകൊടുക്കുക. പിന്നെ ഇവിടെ നിന്നെടുത്ത് ചട്ടി അങ്ങോട്ട് വെക്കുക, അവിടെ നിന്നെടുത്ത് ഇവിടേക്ക് വെക്കുക. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് മൊത്തത്തിലൊന്ന് അടിച്ച് വാരിയെടുക്കേണ്ട. കാണുമ്പോൾ ചണ്ടി ഇതൊന്നുമില്ല, പക്ഷെ നല്ല പൊടി ഉണ്ടായിട്ടാ. നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ കാലിൻ്റെ അടിയിൽ നല്ല പൊടി ഉണ്ടാകും. കാഴ്ചക്ക് ചണ്ടിയും കച്ചറിയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ ഞാൻ എന്നും തുടച്ചെടുക്കട്ടെ. രാവിലെ വൈകുന്നേരം ഞാൻ എന്തുണ്ടെങ്കിലും തുടച്ചെടുക്കും. എനിക്ക് ഈ വൈകുന്നേരം തുടക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്താണ് മരുവിന് ശേഷമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ ഒരു ആശ്വാസമാണ്. മക്കളൊക്കെ ഒന്ന് മേല് കഴുകി ഒന്ന് അകത്ത് കയറുമ്പോൾ തുടച്ചിട്ട് പിന്നെ നിസ്കരിക്കാനുള്ളൊക്കെ ഒരു സമയമില്ല. അപ്പോൾ നല്ല വൃത്തിയിലുണ്ടാകുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ അതാ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കണം. പിന്നെ മരുവ് വാങ്ങിൻ്റെ സമയം കഴിക്കണം കേട്ടോ, വാങ്ങി കൊടുക്കാൻ അയക്കണ നേരം. അപ്പോൾ അതൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആ ചന്ദനത്തിരി കത്തിച്ച് വെക്കണം. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചന്ദനത്തിരി കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയിലൊക്കെ ഞാൻ കത്തിച്ച് വെക്കും, ഓർമ്മയുള്ള സമയത്തൊക്കെ ഞാൻ കത്തിച്ച് വെക്കലുണ്ട്. അപ്പോൾ നല്ലൊരു മണവും ഉണ്ടാകും. പക്ഷെ ചില ചന്ദനത്തിൻ്റെ മണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, എനിക്കൊരു പേടിയാണ്. അപ്പോൾ ഇത് നല്ലൊരു മണമുള്ള ഒരു ചന്ദനത്തിരി ഇനി. അപ്പോൾ അത് ഞാൻ 2 എടുത്തിട്ട് ഞാൻ കത്തിച്ച് വെക്കുന്നുണ്ട്.
ഒന്ന് ജനവാതിലിൻ്റെ ഒരു ദിവനായിട്ട് വെച്ചത്. അപ്പോൾ അത് സോഫമ്മൊക്കെ ഒന്നും വികൂലട്ടോ അതിൻ്റെ പൊടി, അതൊരു സൈഡിലേക്കാണ് വികല്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കണം. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഞാൻ വന്നത് ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി. ഇവൻ്റെ കൂടെ ഒരാൾ ഇരിക്കണം, അല്ലാതെ ഇവൻ പഠിക്കൂല. അപ്പോൾ സ്കൂൾ തണ്ടിന്ന് പഠിക്കണം. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്, അപ്പോൾ മദ്രസ ഇല്ലല്ലോ, അപ്പോൾ മദ്രസത്ത് പഠിക്കണില്ല എന്നാട്ടോ പറയണത്. അത് അങ്ങനെ തന്നെയാണ്. ഓനും മദ്രസ ഇല്ലാത്ത ദിവസം പഠിക്കൂല കേട്ടോ, എത്ര പറഞ്ഞാലും കേൾക്കൂല. അപ്പോൾ സ്കൂളത്തൊക്കെ ഞാൻ ഇരുന്ന് വായിപ്പിക്കുകയാണ്. അപ്പോൾ മലയാളം നല്ല ബാക്കിക്കാണ് കേട്ടോ ആള്. ചെറിയ ചെറിയ ഇതൊക്കെ ഓൻ വായിക്കും, പക്ഷെ വലിയത് ഈ ചിഹ്നം ചേർക്കാനുള്ളതൊക്കെ തെറ്റിച്ചാട്ട് വായിക്കണത്. അപ്പം ഞാനിങ്ങനെ പറയണേ ഇനി ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ ഇത് പഠിപ്പിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷം ഞാൻ മക്കൾക്കൊക്കെ ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇവർക്ക് ചോറൊക്കെ കൊടുക്കണത്. അപ്പോൾ വാരി കൊടുത്താൽ പിന്നെ അവിടെ ഇവിടെ ഒന്നും ആക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ വാരി കൊടുക്കണത്. അപ്പോൾ ചോറൊക്കെ കൊടുത്ത് ഏകദേശമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഫൈസലാക്കി വരാൻ സമയമായിരിക്കണം കേട്ടോ. അപ്പോൾ ഫൈസലാക്കാൻ്റെ സൗണ്ട് കേട്ടാൽ പൂച്ചകൾ ഓടി വരും കേട്ടോ. അപ്പോൾ എന്നും മീൻ കൊണ്ടുവരും ഫൈസലാക്ക പൂച്ചയൊക്കെ. അപ്പോൾ പൂച്ചയ്ക്കുള്ള മീനും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരെന്തായാലും ഹാപ്പി ആയിക്കണം. അപ്പോൾ ഓരിങ്ങനെ കാത്തു നിൽക്കൂട്ടോ, പോവാതെ ഇത് കൊണ്ടുവരുന്നത് ദിവസം കൊണ്ടുവരുന്നത് അറിയണോണ്ട് തന്നെ ഇതിങ്ങനെ കാത്തു നിൽക്കും. അപ്പോൾ അതൊക്കെ ഓര് അവിടെ ഇരുന്ന് തിന്നുകയാണ്. അതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ ചോറ് തിന്നിട്ടാ. ചോറ് തിന്നതിന് ശേഷമുള്ള പരിപാടിയാണ് ഇട്ടത് അടുക്കള വൃത്തിയാക്കൽ. അത് എന്നും ഞാൻ ചെയ്യട്ടെ. ഇനിയിപ്പോൾ എത്ര വെയ്യെങ്കിലും ഞാൻ അടുക്കള നല്ല വൃത്തിയാക്കിയിട്ടാണ് ഞാൻ കിടക്കില്ല. ഞാൻ ഫൈസലാക്കാൻ്റെയൊക്കെ എനിക്ക് ചീത്തയും കേൾക്കും. പിന്നെ ഉമ്മയും പറയട്ടെ എന്തുണ്ടെങ്കിലും അടുക്കള വൃത്തിയാക്കി കിടക്കണം. പെട്ടെന്ന് എന്താ സംഭവിക്കുക, നമ്മുടെ വീട്ടിൽ എപ്പോഴും എന്തും സംഭവിക്കാറ്. അപ്പോൾ അടുക്കള ആയാലും പിന്നെ റൂമും കാര്യങ്ങളൊക്കെ അടുക്കി പെറുക്കി ഒക്കെ വെച്ചതിൻ്റെ ശേഷമായിട്ട് ഞാൻ കിടക്കൽ. എനിക്കല്ലെങ്കിൽ ഒരു ബേജാറാണ്. പിന്നെ ആണെങ്കിൽ രാവിലെ നല്ലൊരു ഇതുമല്ലേ, നമ്മൾ നീച്ച് വരുമ്പോൾ അടുക്കളയ്ക്കൊക്കെ നോക്കുമ്പോൾ നമുക്കും തന്നെ ഒരു സമാധാനം ആണ് കേട്ടോ. ഫുള്ള് വൃത്തിയാക്കി കിടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ അവിടെ തുടച്ച് ഒക്കെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി. അപ്പോൾ മക്കളൊക്കെ എല്ലാവരും കിടന്നിക്കണം കേട്ടോ. അപ്പോൾ ഫുള്ള് സെറ്റാക്കി ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ രാവിലെ നീച്ച് വരുമ്പോൾ നല്ലൊരു സന്തോഷവും സമാധാനവും. നമുക്ക് അടുക്കളയ്ക്ക് കയറുമ്പോൾ തന്നെ നമുക്കിത് കുക്ക് ചെയ്യാനും ഇതിനൊക്കെ ഒരു ഇതാണ്. ചില ദിവസങ്ങളിൽ എനിക്കൊരു മടിയൊക്കെ വരാറുണ്ട്, ഒരു മന്ദപ്പും കാര്യങ്ങളൊക്കെ രാത്രി വരാറുണ്ട്. അപ്പം ഞാൻ മക്കളെ ഏൽപ്പിക്കട്ടെ വല്ല ഇതൊന്ന് കഴുകിക്കടി അറിഞ്ഞാണ്ട്. അപ്പോൾ അത് മക്കൾ ചെയ്തൊക്കും. മാക്സിമം എത്ര വയ്യെങ്കിലും ഞാൻ തന്നെയാണ്, എത്ര വയ്യെങ്കിലും പനിച്ചുണ്ടാക്കിയാലും വെച്ചുണ്ടാക്കിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ അടുക്കള ഞാനിതൊക്കെ നിങ്ങൾ ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 11:30 കഴിക്കുന്നുണ്ട് രാത്രി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നാളേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള പച്ചരി ആട്ടെ ഞാൻ വെള്ളത്തിലിട്ട് വെക്കണത്. അപ്പോൾ അതൊക്കെ വെള്ളത്തിലിട്ട് സെറ്റാക്കി വെച്ചിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ലൈറ്റൊക്കെ ഓഫാക്കി ഞാൻ പോവട്ടാ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.